ചിത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയെ മുത്തശ്ശിയും കൂടി വീട്ടിലേക്ക് പോയി തിരിച്ചു പോയതിന് ശേഷം അച്ഛനോടുത്ത് പറയണം, നിങ്ങൾ ഈ അവസാന ഘട്ടം എന്നുള്ള രീതിയിലെങ്കിലും ഒരിക്കൽ കൂടി പോയി വേദമോളെ വിളിക്കണം പറയും. അപ്പോൾ അച്ഛൻ പറയണം, എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവളെ ഇനി വിളിച്ച് എന്താ ചെയ്യാനാ എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി വേദയെ കാണണമെന്ന് പറയുമ്പോൾ അച്ഛൻ ആ വാക്ക് ധിക്കരിക്കാതെ വീണ്ടും വരികയാണ്. വേദയെ കാണാൻ വേണ്ടി പറയുകയാണ്, മോളെ നീ വീട്ടിലേക്ക് വരണം. വേദ മനസ്സിലാക്കുന്നു, അച്ഛൻ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് അച്ഛൻ വരുന്നതെന്ന്. അച്ഛൻ മോളെ എന്ന് വിളിച്ച് തലയിൽ തടവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ വേദ വിചാരിച്ചു, അച്ഛന് ഇനി എന്നെ അംഗീകരിക്കും, എന്നെ അച്ഛനെ സ്നേഹിക്കും എന്നൊക്കെ വേദ വിചാരിക്കുന്നു. അച്ഛനാണെങ്കിൽ വേദയുടെ തലയൊക്കെ തടവുന്നു. അച്ഛൻ വീട്ടിനകത്തേക്ക് കയറും, നല്ല സ്നേഹത്തിലാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വേദയോട് മോളെ എന്ന് വിളിച്ച് വന്നപ്പോൾ വേദയും വിചാരിച്ചു, അച്ഛനും എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ അച്ഛൻ വന്നതെന്ന്. അച്ഛൻ വിളിച്ചിട്ട് പറയുകയാണ്, ദിക്രത്തെയും വേദയും നല്ല രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അമ്മ പറയും, നിങ്ങളിവിടെ ആരെങ്കിലും വിളിച്ചോ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലയും നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന വിക്രമം ഇറങ്ങി വന്നിട്ട് അവൻ്റെ വീട്ടുകാരെ പറയുന്നത് കേട്ടവൻ സഹിക്കുമോ? വിക്രമും നല്ല രീതിയിൽ വേദയുടെ അച്ഛന് സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞിരുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന മാഷ് പറയുകയാണ്, ഇവരെയും വിക്രത്തിനോ വേദയ്ക്കോ വേണ്ടി സംസാരിക്കാത്ത മാഷ് ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മകളുടെ സ്വയം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ മോളെ വിളിച്ചുകൊണ്ട് പോവാൻ, അല്ലാതെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ശാപം വാങ്ങിക്കുന്ന രീതിയിൽ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകരുത്. വേദയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം വേദയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്ന് മാഷ് അത്രയും പറയുന്നു. ഇത്രയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.